ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഇതാ വീഡിയോസൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, എന്താ പറ്റിയത് എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്തുള്ള എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. രാവിലെ തന്നെ നല്ലൊരു കുളിർമഴ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചാണ് ഇപ്പോൾ ഈ കണ്ടത്. ഇത് നാത്തൂനാണ്. നാത്തൂന് ജോലിയുണ്ട്. അവളൊരു ഹോസ്പിറ്റൽ ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ ആയിട്ട് അവൾ രാവിലെ തന്നെ യാത്രയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൾ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അവൾ ജോലിക്ക് പോകുന്ന ഒരു ഡേ വന്നത്. അപ്പം ദാണ്ടേ നമ്മളുടെ വീഡിയോ ഇടാൻ ലേറ്റ് ആയ റീസൺ ഇതാണ്. എൻ്റെ ആദ്യം കയ്യിലിരുന്ന ഫോണിന് കുറച്ച് ക്ലാരിറ്റീസൊക്കെ കുറവായിരുന്നു. അത് എൻ്റെ മുന്നേയുള്ള വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2-3 നേരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി വീഡിയോയ്ക്ക് ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു പുതിയ ഫോൺ തന്നെ എടുത്തിട്ടുണ്ട്. പുതിയ ഫോണ് ഞാൻ കുറേ ആഗ്രഹിച്ചതായിരുന്നു ഇങ്ങനത്തെ ഒരു ഫോണ്. അപ്പോൾ പിന്നെ എന്തായാലും മേടിക്കാൻ വെച്ചു, എനിക്ക് വീഡിയോസും കൂടി എടുത്തിടാമല്ലോ എന്ന് വെച്ചു. അങ്ങനെ അതാണ് ഫോണിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഫൈസുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദർ കുട്ടപ്പനായിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, എങ്കിലും ഒരു ഡേ എങ്ങനെയായിരുന്നു എന്നതിലൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല മത്തിയൊക്കെ പൊഴിച്ച് മോരൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി ഊണൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം കിടന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഇനി നമുക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ അല്ലറ ചില്ലറ പർച്ചേസിങ് ഒക്കെ ഉണ്ട്. ഞാൻ എപ്പം എൻ്റെ നാട്ടിൽ വന്നാലും എനിക്ക് ഇങ്ങനെ അല്ലറ ചില്ലറ പർച്ചേസിങ് ഒക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. നാട്ടിൽ വന്നിട്ട് നമ്മളുടെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി കിടന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആദ്യം തന്നെ നമ്മളുടെ പുതിയ ഫോണിന് ഒരു ബാക്ക് കേസ് മേടിക്കണമായിരുന്നു. ബാക്ക് കേസ് ഞാൻ ഓൺലൈനിൽ കുറേ നോക്കി. അപ്പോൾ കുറേ നല്ല മോഡൽസും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ വിചാരിച്ചു ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടൂല, കുറച്ചധികം ദിവസം എടുക്കും. അത് തന്നെ എനിക്കൊരു കുഞ്ഞും കൂടെ ഉള്ളത് കാരണം ഫോണിന് എപ്പോഴാണ് വീക്ക് കിട്ടുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് റിസ്ക് എടുത്തില്ല. നമ്മൾ നേരെ കൊല്ലത്ത് പോയി ഈ 2 കേസസാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അത് 2 എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മോഡൽസൊക്കെ എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫാൻസി സ്റ്റോറിൽ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഓണമൊക്കെ ആയതുകൊണ്ടിട്ട് നല്ല തിരക്കും നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ഒരു പർച്ചേസിങ് നമ്മുടെ ഫാൻസി സ്റ്റോറിൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളുടെ കൊല്ലംകാരുടെ ഒരു മാളായ RP മോളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ RP മോളിൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നതിൻ്റെ ചെറിയ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മാൾക്ക് എത്തി. മാൾക്ക് പ്രത്യേകിച്ച് വരേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ട്രെൻഡ്സിലൊന്ന് കയറാം, പുതിയ കളക്ഷൻസൊക്കെ ഉണ്ടോ, ഓണമല്ലേ, അപ്പോൾ എന്തെങ്കിലും കളക്ഷൻസൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. ഫൈസ് പിന്നെ കൂടെ ഏത് ബേബീസിനെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാലും പിന്നെ അവരെ പിറക്കിയ ഒരു ഓട്ടമാണ് കേട്ടോ. നമ്മൾ നോക്കി നിന്നില്ല എന്നുണ്ടെങ്കിൽ അവനവർക്ക് ഇഷ്ടമുള്ള അങ്ങോട്ട് ഓടിപ്പോവും. പിന്നെ കുഞ്ഞിനെ നമ്മളുടെ അവിടെ ഇരുത്തിയിട്ട് ഞാനൊരു ഐസ്ക്രീം മേടിച്ച് അവനൊന്ന് ഒതുക്കി ഇരുത്തിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ടൊരു ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഷോപ്പിലേക്ക് കയറാം എന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകുമ്പോഴല്ലേ നമുക്കൊരു മനസ്സും ഒക്കെ ഉണ്ടാവില്ല. അതൊക്കെയല്ലേ ഒരു രസം ജീവിതത്തിൽ. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഫുഡിനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്ക് മുകളിലും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഓണമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. അങ്ങനെ നമ്മൾ 2 ബർഗേഴ്സും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്തിട്ട് അതെല്ലാം ഇരുന്ന് കഴിച്ചു. നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കുന്ന സമയം വളരെ കുറവായിരിക്കും. ഇങ്ങനെ അല്ലറ ചില്ലറ ഇത് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകും, കറങ്ങി നടക്കലൊക്കെ ആയിരിക്കും കേട്ടോ മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ എന്താ പറയുക, നാട്ടിലെത്തുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ പേരൻസിൻ്റെയൊക്കെ കൂടി ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോകാനും ഇതാക്കാനൊക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈസുവിന് ചെറിയൊരു റൈഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം ഒരുവിധം എല്ലാ മോഡ്സിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ടോയ്സ്, അതേപോലെ ബസ്, ട്രെയിൻ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ കാർ കിടക്കുന്നുണ്ട്. അത് കുറച്ച് നേരം മോനെ അതിലിരുത്തി കറപ്പിക്കാമെന്ന് വിചാരിച്ചു. 3-4 റൗണ്ട്സ് എന്തോ ഈ ഇതിന് ചുറ്റും കറങ്ങുന്നതിന് 120 റുപ്പീസാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കുറച്ച് നേരം മോനെ അതിലിരുത്തി ഓടിപ്പിച്ചു. ഇപ്പോൾ അവനിക്ക് ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൻ്റെ ട്രെൻഡ്സിലേക്ക് കയറാണ്. അപ്പം ഓണം കളക്ഷൻസൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് കയറിയത്. പക്ഷേ ഓണം എന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പുതിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ നോർമലി അവിടുത്തെ കളക്ഷൻസ് എന്താണോ അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഫൈസ് പിന്നെ എവിടെ എത്തിയാലും ഓൻ്റെ ഒരു കലാപരിപാടികൾ ഇതൊക്കെയാണ്. കൈവച്ച് എന്തൊക്കെ എത്തുന്നു അതെല്ലാം വലിച്ച് പറക്കിയെടുത്തിട്ട് ഇങ്ങനെ ഓടി നടക്കും. അപ്പോൾ നമ്മളുടെ ട്രെൻഡ്സിലെ ഷോപ്പിങ്ങും കഴിഞ്ഞ്
കുറച്ച് നേരം മുകളിലേക്ക് ഒന്ന് കറങ്ങി നടന്നു, ഓരോ കടകളൊക്കെ നോക്കി. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ കുറേ മണിക്കൂറായിട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 മണിയൊക്കെ ഇറങ്ങിയപ്പോൾ ഇപ്പം സമയം ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഷോപ്പിംഗ് കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് പോവാണ് ഫുഡ് മേടിച്ച്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.